നമ്മുടെ സംസ്ഥാനത്തെയും ആഗോള മലയാളി സമൂഹത്തെയും വ്യവസ്ഥാപിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനായി 2018 രൂപീകരിച്ചതാണ് ലോക കേരള സഭ. സഭയുടെ 5ാം സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. 29 വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും 30, 31 തീയതികളിൽ നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനവും നടക്കും. കേരള നിയമസഭയിലെ അംഗങ്ങൾക്കും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തിനകത്തും പുറത്തും വസിക്കുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രവാസി പ്രതിനിധികളും ചേരുന്നതാണ് സഭയുടെ അംഗബലം. വിദേശ രാജ്യങ്ങളിലും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, OCI കാർഡുടമകൾ, പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഈ വേദിയെ വിശ്വമലയാളികളുടെ ഒരു സമഗ്ര ജനാധിപത്യ സംഗമമാക്കി മാറ്റുന്നു. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് ആരംഭിച്ചതായിരുന്നു ലോക കേരള സഭ. ഇപ്പോൾ 5ാം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 125 രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിപുലമായ ആഗോള സാന്നിധ്യം തന്നെയാണ് 5ാം സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു പ്രശ്നം, 2ാം കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി വേമ്പനാട്ട് കായലിൽ കോട്ടയം നഗരത്തിനോടും തിരുവാർപ്പ് പഞ്ചായത്തിനോടും ചേർന്ന് കിടക്കുന്ന പഴുക്കാനില കായൽ ശുചീകരണത്തിന് കിഫ്ബി 103,73,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കൂടാതെ മലരിക്കൽ ആമ്പൽ ഗ്രാമത്തിൻ്റെ വികസനത്തിന് 104 കോടി രൂപയുടെയും പദ്ധതി കിഫ്ബി ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നദികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കലടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തുമൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ പദ്ധതി ഉപകരിക്കും. പഴക്കാനിലം കായലിൽ അടിഞ്ഞുകൂടിയ എക്കൽ കോരിയെടുത്ത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജെ ബ്ലോക്ക് 9000, തിരുവായ്ക്കരി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ F ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ 27.8 കിലോമീറ്റർ പുറം ബണ്ടുകൾ ബലപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കി വികസിപ്പിക്കുന്നതിനും നെൽകൃഷി സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. മറ്റൊരു പ്രശ്നം പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനത്തിൻ്റെ അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ കേന്ദ്രം നടപ്പിലാക്കുകയാണ്. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12 തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മന്ത്രിമാർ, MLA മാർ,
എംപിമാർ എന്നിവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.